ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി ആൻഡ് ഫീലിങ്സ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്തു വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി? എന്താണ്? യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. കറൻറ്റ് എനർജി. ഫയർ ഫൗണ്ടേഷൻ ആണ്. നിങ്ങളോടുള്ള അവരുടെ തോട്ട്സ് എന്താണ്? അതോറിറ്റി ആണ്. ആൻഡ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്? അതിന് നമുക്ക് രണ്ട് കാർഡ്സ് വന്നു. സോളിറ്റ്യൂഡും വന്നിട്ടുണ്ട്, ഡിസ്കണക്ട് ആൻഡ് ബൊറീഡും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജീനകത്ത് ഇവിടെ ഫയർ ഫൗണ്ടേഷൻ നമുക്ക് ഒന്ന് ക്ലാരിറ്റി എടുത്തു നോക്കാം കേട്ടോ. ക്ലാരിറ്റി 7 ഓഫ് പെൻറ്റക്കിൾസും വീൽ ഓഫ് ഫോർച്യൂണും. ഓക്കെ, ഇവിടെ ഈ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ ഒന്ന് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇതൊരു ചേഞ്ചിൻ്റെ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൻ്റെ ലൈഫിൽ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം, ഫിനാൻഷ്യലി ഗ്രോത്ത് ആയിരിക്കാം, ഇവർക്കുണ്ടാകുന്ന അവെയർനെസ് ആയിരിക്കാം. അതായത് പോയ ഒരു ക്യാരക്ടർ അല്ലാതെ പുതിയ തരത്തിൽ എന്തെങ്കിലും സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പോസിറ്റീവായിട്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി വരുമ്പോൾ അതൊരു കർമ്മ കാർഡും കൂടിയാണ്. സോ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടും സ്ട്രെങ്ത് വരുത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒന്ന് ബോൾഡ് ആവുന്നത് പോലെയാണ് കാണുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പം ഇവിടെ ഒരു ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷേ കറൻ്റ്ലി അതിനുള്ള ചേഞ്ചും ഈ വ്യക്തിക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ ലൈഫിൽ ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോഴും ഇപ്പം അതിൻ്റെ മാറ്റം സംഭവിക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾക്ക് തിരിച്ചവർക്ക് അതുപോലെ പ്രോസ്പെരിറ്റി കിട്ടുന്നതായിരിക്കും. അബണ്ടൻസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പം അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ചതൊക്കെ ഇപ്പം നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. അവർക്ക് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. അവർ നല്ല രീതിക്ക് തന്നെ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്താണ് അവരുടെ ഒരു എനർജി വരുന്നത്? അവരുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലാതെ സ്റ്റാർ കാർഡാണ്. ഓക്കെ, ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ഹോപ്പ് കൊടുക്കുകയാണ്. ഇപ്പം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ അവർക്ക് ബാലൻസ്ഡ് ആണ്. സോ നിങ്ങളുടെ അടുത്തോട്ട് ഇനിയിപ്പം ഒന്ന് സംസാരിച്ച് പ്രപ്പോസ് ചെയ്ത് വരുന്നതിൽ ഇവർക്ക് പ്രശ്നമില്ല. കാരണം സ്റ്റാർ കാർഡ് വരുമ്പം അവർ ഹീലായി, പഴയ കാര്യങ്ങളൊക്കെ ഹീലായി. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ അതൊക്കെ ഇപ്പം ഈ പേഴ്സണ് ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഹീലായി വന്നതുകൊണ്ടും അതുപോലെ ഇങ്ങനെയുള്ളൊരു അവർ നിങ്ങളെ എന്തിൻ്റെ പേരിലാണ് മാറ്റി നിർത്തിയത്? ചിലപ്പം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒട്ടും സേഫ് അല്ല, ഓക്കെ അല്ല, ഞാൻ സെറ്റിൽഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതെങ്കിൽ അതിനൊക്കെ ഇപ്പം ഒരു ചേഞ്ച് അവർക്ക് വന്നിട്ടുണ്ട്. സോ ഈ പേഴ്സൺ ഹീൽ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ട്. സ്വയം തന്നെ ഒരു പ്രതീക്ഷയാണ് ഇവർ കൊടുക്കുന്നത്, ഒരു ഹോപ്പ് കൊടുക്കുന്നതായിട്ടാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കും എന്നുള്ളൊരു ഹോപ്പ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, സെക്കൻഡ് നമ്മൾ തോട്ട്സിൻ്റെ കാർഡ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അതോറിറ്റിയാണ് കിട്ടിയത്. വളരെ പവർഫുള്ളായിട്ട് വളരെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ഈ നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് നോക്കാം. ഇത് മൂൺ കാർഡാണ്. നിങ്ങളടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ മറച്ചു വെച്ചിട്ടുണ്ട്. മൂൺ കാർഡിൻ്റെ എനർജി വരുന്നത് സീക്രട്ടുകൾ ഹൈഡാക്കി വെക്കുക, ഒരു ഹിഡൻ പോലെ, ഒരു മിസ്റ്ററി പോലെ നിങ്ങളിങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളടുത്ത് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല ഇവർ. സോ
അവരുടെ തോട്ട്സിനകത്ത് ഇത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം. ഓക്കെ, ഇത് തുറന്നു പറയാൻ നിങ്ങളടുത്ത് ഒരു പേടി ഈ പേഴ്സൺ ഉണ്ടായിരുന്നു, ഒരു ആൻസൈറ്റി ഉണ്ടായിരുന്നു, ഒരു ഫിയർ ഉണ്ടായിരുന്നു. അവർക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും. മേ ബി നിങ്ങളുടെ ക്യാരക്ടർ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ബേസ് ചെയ്തൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി പലതും മറച്ചു വെച്ചതായിരിക്കാം. സോ കാം ആൻഡ് ക്വയറ്റായിട്ട് ഈ പേഴ്സൺ ഇരുന്നിട്ടുണ്ടാകാം ഇത്രയും നാളും. പക്ഷെ ഇപ്പം അതിനുള്ളൊരു സ്ട്രെങ്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് അവരത് ഓപ്പണായിട്ട് പറയും എന്നുള്ളതാണ് അവരുടെ തോട്ട്സിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. എഗെയിൻ ഒന്നും കൂടെ നമുക്ക് നോക്കാം അവരുടെ തോട്ട്സിനകത്ത് എന്താണ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന അവരുടെ തോട്ട്സ് എന്താണ്. ഒന്ന്, അവർക്കെല്ലാം ഷെയർ ചെയ്ത് തുറന്നു പറയുക എന്നുള്ളതാണ്. ഇനി ഇവിടെ വന്നിട്ടുള്ളത് 5 ഓഫ് വാണ്ട്സ് ഇൻ എനർജിയാണ്. മേ ബി നിങ്ങൾ തമ്മിൽ ഈ ഒരു തുറന്നു പറച്ചിലിൽ ഇവരിത് തുറന്നു പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ എഗെയിൻ ഫൈറ്റിംഗ് ആവാം, കോൺഫ്ലിക്റ്റ് ആവാം റിലേഷൻഷിപ്പിൽ എന്നൊരു രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇവരത് ഓപ്പണായി പറയാൻ പോവാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പറയും എന്നുള്ള മൈൻഡിൽ ഈ പേഴ്സൺ നിൽക്കുകയാണ്. അപ്പം പക്ഷെ എങ്കിലും ഇത് ചിലപ്പോൾ ഒരു വഴക്കിലേക്ക് പോവാം, ഒരു കോൺഫ്ലിക്റ്റിലേക്ക് അഗെയിൻ പോവാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ്സ് ആകാം, തർക്കങ്ങളാകാം എന്നുള്ള രീതിയിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും ഇവരിപ്പോൾ വരുന്നത് എന്താണെങ്കിലും ഫേസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ തുറന്നു പറയാൻ അവരുടെ തോട്ട്സിനകത്ത് അവർ തീരുമാനമെടുത്തേക്കുന്നത്. ചിലപ്പോൾ ഈഗോ വന്നേക്കാം, നിങ്ങൾക്ക് ഈഗോ വന്നേക്കാം. അതായത് ആ പേഴ്സൺ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്തല്ലോ എന്നുള്ളൊരു ഈഗോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തമ്മിൽ ഒരു ഫൈറ്റിംഗ് പോലെ ആകാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നത്. അതുപോലെ അവർ ചെയ്തതുപോലെ ഇനി നിങ്ങൾ തിരിച്ച് റിട്ടേൺ അങ്ങോട്ട് ചെയ്യുമോ എന്നുള്ള രീതിയിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എടുത്തത് ഫീലിങ്സ് ആയിരുന്നു. സോ ഫീലിങ്സിനകത്ത് നമുക്ക് സോളിറ്റ്യൂഡും അതുപോലെ തന്നെ ഡിസ്കണക്റ്റ് ആൻഡ് ബൊറീഡാണ് വന്നിട്ടുള്ളത്. ഈ പേഴ്സണ് നന്നായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസ്കണക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഡിസ്കണക്റ്റ് വന്നിട്ടുള്ളത്. ഡിസ്കണക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്കൊരു വിരസതയാണ്. അതായത് എന്തോ ഇപ്പം ഇത്രയും സ്റ്റെബിലിറ്റി അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും, പ്രോസ്പെരിറ്റി കിട്ടുന്നുണ്ടെങ്കിലും എന്തോ ഒരു സംഭവം അവരുടെ ലൈഫിൽ ഇല്ലാത്തൊരു ഫീലാണ് അവർക്ക്. അതായത് ഒരു സാധനം അവരിൽ നിന്ന് മിസ്സായി പോയതുപോലെ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇല്ലാത്തതുപോലെയുള്ള ഒരു ഒറ്റപ്പെടലാണ്. ഈ റിലേഷൻഷിപ്പിൽ അവർ നല്ല രീതിക്ക് തന്നെ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് എഗെയിൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. മേ ബി നിങ്ങളെ കുറിച്ചിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ളതായിരിക്കാം, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതായിരിക്കാം. അപ്പം ഇതൊക്കെ ഈ പേഴ്സൺ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റഡി ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അപ്പം എന്തോ ഒരു സംഭവം അവരുടെ കൂടെ ഇല്ലാത്ത ഒരു ഇതാണ് അവർക്കുള്ളത്, ഒരു പ്രസൻസ് ഇല്ലായ്മയാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ഫീലിങ്സിനകത്ത് വന്നു. 3 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഫ്രണ്ട്ഷിപ്പാണ്. അതായത് സെലിബ്രേഷൻസ്, കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർക്ക് നിങ്ങളുടെ കൂടെയുള്ളത് ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അവർക്ക് നിങ്ങളുടെ പുറകാലെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സ്റ്റിൽ അത് ആലോചിച്ച് മാത്രം ഇരിക്കേണ്ടി വരുന്നൊരവസ്ഥ. 4 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളെ ഇഷ്ടത്തോടെ യാത്രയാക്കുന്ന ഒരു കാർഡാണ്. ദാറ്റ് മീൻസ് നിങ്ങളിപ്പം നമ്മൾ സെക്കൻഡ് തോട്ട്സിനകത്ത് നമ്മൾ ഫൈറ്റിങ്ങിൻ്റെ കാര്യം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എന്താണെങ്കിലും അത് സ്നേഹത്തോടെ അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളായിക്കോട്ടെ, നിങ്ങളിപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, നീ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, എന്ത് പറയുകയാണെങ്കിലും അത് സ്നേഹത്തോടെ എടുക്കാനാണ് അവർ തയ്യാറാവുന്നത്. കാരണം അവർക്കറിയാം അവരത് എല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മീറ്റ് ചെയ്യാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കാണാൻ വളരെയധികം ആഗ്രഹം തോന്നുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് ഇല്ലായ്മയാണത്, പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവസാനമായിട്ട് ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. റിവേഴ്സ്ഡ് ആണ്. ഈ പേഴ്സണുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളോട് ചെയ്തിട്ടുള്ള, അതായത് ഈ പേഴ്സണ് നമ്മളൊരു ചേഞ്ച് വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചേഞ്ച് വന്നു എന്ന് പറഞ്ഞത് ഒരിക്കലും എന്താ പറയുക, അവരുടെ ലൈഫ് പൂർണ്ണമായിട്ടും അവരുടെ ക്യാരക്ടറുകൾ മാറി എന്നല്ല. അതായത് ഒരു പക്വതയിലേക്ക് വരിക, കാര്യങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ നേരിടണം, പക്വതയോടെ നേരിടണം എന്നുള്ള തോട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്തായാലും ഒരു റീബേർത്ത് ഇവിടെ ഉണ്ടാകും. പക്ഷെ ആ റീബേർത്ത് എന്ന് പറയുന്നത് പഴയതുപോലെ നിങ്ങളെ ചതിക്കാനോ അല്ലെങ്കിൽ വഞ്ചിക്കാനോ ഒന്നുമല്ല. അത് എല്ലാം അവർ ഫോർഗീവ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു ഹീലിംഗ് അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. എംപറർ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് അധികാരം കാണിച്ചേക്കാം, അത് പൊസസീവ്നെസ്സിൻ്റെ പേരിലാണ്. ഓക്കെ, അതായത് ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു അധികാരം എടുക്കുക. മീൻസ് ഒരാൾ നമ്മളുടെ സ്വന്തമാണെന്ന് തോന്നുമ്പോഴാണല്ലോ നമ്മൾ അധികാരം കൂടുതൽ അവിടെ കാണിക്കുക. അത് തന്നെയാണ് ആ പേഴ്സണും ഇവിടെ കാണിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം ഏകദേശം എപ്പോഴത്തേക്കായിരിക്കാം നിങ്ങൾക്കിത്
എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നോക്കാം. എനിക്ക് 11 എന്ന നമ്പറാണ് വന്നിട്ടുള്ളത്. സോ ഇത് 11 ദിവസമാകാം, 11 വീക്സ് ആകാം കേട്ടോ. കാരണം ഇവിടെ ബാലൻസ് ആകുന്നത്, ഓക്കെ, ഈ കാര്യം ബാലൻസ്ഡ് ആയി പോകുന്നത് ഇത്ര ഡേയ്സിലായിരിക്കും ന്യൂമറോളജിക്കലി നോക്കുമ്പം എന്ന് കാണുന്നുണ്ട്. ഇനി നമുക്ക് സോഡിയക് സൈൻ നോക്കാം. ഏതൊക്കെ സോഡിയക് സൈൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അക്വേറിയസ് വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ, ലിബ്ര, അക്വേറിയസ് അഗെയിൻ വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ്, ജെമിനി, ഏരിയസ് വന്നിട്ടുണ്ട്, സാജിറ്റേറിയസ് എഗെയിൻ വന്നിട്ടുണ്ട്, ഏരിയസ് എഗെയിൻ വന്നിട്ടുണ്ട്, ജെമിനി എഗെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ടോറസ്. ഇതിൽ എഗെയിൻ രണ്ട് മൂന്ന് നാളുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്ലൂസും കൂടി നോക്കാം. ഓക്കെ, ഇത്ര മതി. ക്ലൂസിൽ നമുക്ക് എഫ് വന്നിട്ടുണ്ട്, 12 എന്ന നമ്പറും 2 എന്ന നമ്പറും വന്നിട്ടുണ്ട്. ലെറ്റർ എൻ വന്നിട്ടുണ്ട്, നമ്പർ 23. ലെറ്റർ എം വന്നിട്ടുണ്ട്, 10ഉം 1ഉം വന്നിട്ടുണ്ട്. 45 വന്നിട്ടുണ്ട്, 33 വന്നിട്ടുണ്ട്, 29. ലെറ്റർ ഒ 42 വന്നിട്ടുണ്ട്. എക്സ് വന്നിട്ടുണ്ട്, 53 ആൻഡ് 10 വന്നിട്ടുണ്ട്. എം വന്നിട്ടുണ്ട്, 34 വന്നിട്ടുണ്ട്. 40 വന്നിട്ടുണ്ട്, 32 വന്നിട്ടുണ്ട്, 43. ലെറ്റർ സി ആൻഡ് ഡി വന്നിട്ടുണ്ട്, 7 നമ്പർ വന്നിട്ടുണ്ട്. ക്യൂ വന്നിട്ടുണ്ട്, എഫ് വന്നിട്ടുണ്ട്, ജെ വന്നിട്ടുണ്ട്, നമ്പർ 1 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ക്ലൂസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗൈഡൻസ് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗൈഡൻസ് നോക്കണം എന്താണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെ സക്സസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഇതിൽ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടോ ഈ റിലേഷൻഷിപ്പിൽ, എത്രത്തോളം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് റിലേഷൻഷിപ്പിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടോ, അത് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടോ ആ എഫേർട്ടിൻ്റെ ആ ഒരു എഫേർട്ടിൻ്റെ സക്സസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. സോ നെഗറ്റീവ് തോട്ട്സിനെ ക്യാരി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടു. സോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്ലെയിം ചെയ്യാൻ ലൈക്ക് ഓർ സബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ഓർ കമൻറ്റ് ചെയ്യുക കേട്ടോ.